അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 28/11/2025 ഈദുൽ ഇത്തിഹാദ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. UAE ഐക്യപ്പെട്ടതിൻ്റെ ഓർമ്മയുടെ നിറവിലാണ്. രാജ്യം ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ച ആ സുന്ദര മുഹൂർത്തം എന്നും അത് നമുക്ക് അഭിമാനകരമായ നിമിഷമാണ്. രാജ്യം പുരോഗതിയുടെ പാതയിലേക്ക് കാലെടുത്തു വെച്ച ദിവസം, ചരിത്രത്തെ തിരുത്തിയെഴുതി രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ പൊൻതൂവലായി മാറിയ ആ ഐക്യം നാം എന്നും ഓർക്കേണ്ടത് തന്നെയാണ്. ഉദ്കുറു നിഅമത്തുല്ലാഹി അലൈക്കും, ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല നിങ്ങളുടെ മേൽ ചെയ്തെന്ന അനുഗ്രഹങ്ങളെ നിങ്ങളെപ്പോഴും ഓർക്കണം എന്ന്. ഈ ഐക്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടുകൂടി നാം മുന്നേറിയപ്പോൾ നമുക്ക് ദീർഘവീക്ഷണമുള്ള, ചിന്താശേഷിയുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണകർത്താവിനെ, രാഷ്ട്രപിതാവിനെ, അഷ്ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ആൽ നഹിയാൻ ത്വയ്യിബല്ലാഹു സറ, അള്ളാഹു നൽകിയപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഐക്യം എന്നത്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളൊരിക്കലും ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ ആ പരിമളം തന്നെ നഷ്ടപ്പെട്ടു പോകും. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും സൂക്ഷ്മതയിലും നിങ്ങൾ ഒന്നിക്കണമെന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഐക്യം നമുക്ക് ഏറെ സഹായകരമായി. അവർ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും പുരോഗതി ലാക്കാക്കിക്കൊണ്ട് സദുദ്ദേശമായി ഇറങ്ങിയപ്പോൾ അള്ളാഹു അവരുടെ മനസ്സറിഞ്ഞു. അവൻ എല്ലാ വാതിലുകളും അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്തു. ഈ യഅലമില്ലാഹു ഫീ ഖുലൂബിഹിം ഖൈറൻ യുഅ്തികും ഖൈറാ, ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ നന്മ നിങ്ങൾക്ക് നൽകും. ഐക്യം സാക്ഷാത്കാരമായി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപപ്പെട്ടു വന്നു. മഹാനായ ഷെയ്ഖ് സായിദ് ത്വയ്യിബല്ലാഹു സറ അവരുടെ കൂടെയുള്ളവരും നന്മയുടെ താക്കോലുകളായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖൈറ ഖസാഇൻ, നിശ്ചയം ഈ നന്മ എന്ന് പറയുന്നത് ചില നിധികളാണ്. വലിതിൽക്കൽ ഖസാഇൻ മഫാത്തീഹ്, ആ നിധികൾക്കൊക്കെ ഓരോ താക്കോലുകളുണ്ട്. ഫത്തൂബാ ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ, അപ്പോൾ സന്തോഷമായ സന്തോഷമൊക്കെ അള്ളാഹു നന്മയുടെ താക്കോലുകളാകാൻ ഭാഗ്യം നൽകിയ വ്യക്തിക്കാണ്. തിന്മയുടെ ലോക്കുകളും ആകുമ്പോൾ അവൻ നമ്മുടെ മേലിൽ ആ അനുഗ്രഹത്തെ പൂർത്തിയാക്കുകയാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ആ ഐക്യം സാക്ഷാത്കരിച്ചത്. അവരുടെ മനസ്സുകളെ ആ ഒരുമയുടെ ചരടിൽ കോർത്തത് അള്ളാഹുവാണ്. രാജ്യം അതിൻ്റെ ചരിത്രം തിരുത്തിയെഴുതി പുരോഗതിയുടെ പാതയിൽ ഏറെ മുന്നേറി. എല്ലാ നന്മകളും വിളഞ്ഞു നിൽക്കുന്ന, പൂത്തു നിൽക്കുന്ന ഒരു രാജ്യം ഇന്ന് UAE നമുക്ക് അഭിമാനത്തോടുകൂടെ കാണാൻ സാധിക്കുന്നത് ഈ ഐക്യത്തിൻ്റെ ഫലമാണ്. എത്രയെത്ര മസ്ജിദുകളാണ് തലയുയർത്തി നിൽക്കുന്നത്. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ആശുപത്രികളും ആതുരാലയങ്ങളും, ഏറെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനുഷ്യൻ ജീവിക്കുന്ന ഇടം. UAE ലോകത്തിന് തന്നെ മാതൃകയാണ്. സംസ്കാര സമ്പന്നതയിലും മാനുഷികമായ പരിഗണനയും ഒക്കെ രാജ്യം പുതിയ കാൽവെപ്പുകൾ നടത്തി. വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നമ്മളതിന് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ പൂർവികർ അതിനുവേണ്ടി
അനുഭവിച്ച ത്യാഗം ഏറെ വലുതാണ്. ആ പാതയിലാണ് ഇന്നും രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്വാഹിബുസ്സുമു അഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫിളഹുല്ലാഹു വറഅ അവരുടെ പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. രാജ്യത്തെ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ആ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ജനങ്ങൾക്ക്, രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി സദാസമയം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അവർക്ക് പിന്തുണ നൽകണം. അതോടൊപ്പം തന്നെ അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാറു അഇമ്മത്തിക്കുമുല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും. നിങ്ങളുടെ നേതാക്കളിൽ ഏറ്റവും നല്ലവർ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു, അവരാണ്. വയുസല്ലൂന അലൈക്കും വതുസല്ലൂന അലൈഹിം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. രാജ്യം നന്മയുടെ പാതയിൽ മുന്നേറുമ്പോൾ അതിൻ്റെ ആ നിലയും വിലയും നമ്മൾ മനസ്സിലാക്കണം. റബ്ബിന് നമ്മളെപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം. രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗധേയം നിർവഹിക്കണം. ക്ഷമയോടുകൂടെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി മുന്നേറിയ ആ മഹാരഥന്മാരെ ഓർത്തുകൊണ്ട് വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നമ്മുടെയും ഉത്തരവാദിത്വം ഏറെ വലുതാണ് എന്ന ചിന്തയോടുകൂടി നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നമുക്ക് നല്ല ഭാവിയുണ്ടാകണം. ഒരേ മനസ്സോടുകൂടി ഏകോദര സഹോദരന്മാരായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. കൽ ബുന്യാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു നല്ല കെട്ടിടം പോലെ അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് ശക്തി പകരുന്നത് പോലെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കളിലും സന്താനങ്ങളിലുമൊക്കെ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയുമൊക്കെ നാം വളർത്തിയെടുത്തുകൊണ്ടിട്ടാകണം നാം മുന്നോട്ട് നീങ്ങേണ്ടത്. രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാൻ, നല്ല സ്വഭാവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടെ പരസ്പര സഹകരണത്തോടുകൂടെ മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ UAE അള്ളാഹു നമ്മുടെ ചുമലിൽ ഏൽപ്പിച്ച ഒരു അമാനത്ത് സ്വത്താണ്. അതിനെ അതിൻ്റെ എല്ലാ അഭിമാനത്തോടും കൂടെ മുന്നോട്ട് നയിക്കൽ നമ്മുടെ കൂടി കടമയാണ്. ഈ സന്ദർഭത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ രക്തസാക്ഷികളെ നന്ദിപൂർവ്വം നാം ഓർക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ വിളക്കുകൾ അവർ കെടുത്തിക്കളഞ്ഞത് ഇന്നത്തെ വരുന്ന തലമുറയുടെ അവർക്ക് വെളിച്ചം പകരാൻ വേണ്ടിയിട്ടാണ്. അവർ രാജ്യത്തിനു വേണ്ടി സർവം സമർപ്പിച്ചവരാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ് അലൈഹി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അവർ പൂർത്തിയാക്കിയവർ. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹു അവർക്കെല്ലാ സൗഭാഗ്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് മഹത്തായ പ്രതിഫലം ഉണ്ട്. അള്ളാഹുവെ, ഈ രാജ്യത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണമേ, അവർക്ക് നീ എല്ലാ നന്മകളും ചെയ്യണമേ. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിൽ നീ അനുഗ്രഹം ചൊരിയണമേ. എല്ലാവരെയും ആ ഒരേ മനസ്സോടുകൂടി ഒരേ ശബ്ദത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഇത്തിഹാദിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.